ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റംസാൻ ഒന്ന് 2 ആയില്ലേ, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ കൊടുക്കാനുള്ള 2 ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പത്തിന് ഞാൻ ഉച്ചയുടെ മുന്നേ നിന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4 മണി ആയപ്പോഴാണ് കേട്ടോ അതൊക്കെ പാക്ക് ചെയ്ത് എടുക്കുന്നത്. ഇനി അവർ വന്നാൽ വേഗം അത് എടുത്ത് കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് കഴുകി കുക്കറിൽ വേവാനിടുകയാണ്. ഇതൊരു സ്നാക്സ് ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ ഇതാ ഓർഡർ കൊടുത്തതിൻ്റെ കുറച്ച് പത്തിരി ബാലൻസ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അത് ജ്യൂസ് അടിക്കാൻ കിട്ടിയിട്ടുള്ളത് കൊയ്യാക്കയാണ് കേട്ടോ. അതിന് അതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. പത്തിരി മക്കൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് നൂൽപുട്ടും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മാവൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അവരിനെ പറഞ്ഞിട്ടും കാര്യമില്ല, ദിവസം പത്തിരി കൊടുത്താൽ പിന്നെ ആർക്കായാലും പറ്റില്ലല്ലോ. അതിന് മാവൊക്കെ വാട്ടി ഞാൻ അതിന് വേഗത ഉണ്ടാക്കിയെടുക്കുകയാണ്. കുറച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണുള്ളൂ. നോമ്പ് തുറന്ന് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കുടിച്ചാൽ പിന്നെ കുറച്ച് തന്നെയാണ് കേട്ടോ കഴിക്കുകയുള്ളൂ. ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ട്. എനിക്കിന്ന് ഉണ്ടാക്കാൻ ഏറ്റവും മടിയുള്ള പണി നൂൽപുട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ നൂൽപുട്ടിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പത്തിരിൻ്റെ ഓർഡർ കൂടിയപ്പോഴാണ് കേട്ടോ നൂൽപുട്ടൊക്കെ നിർത്തിയത്. അങ്ങനെ നൂൽപുട്ടൊക്കെ പീച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു വട്ടം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള തന്നെയാണ് കേട്ടുള്ളൂ. നൂൽപുട്ടൊക്കെ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ സ്നാക്സിനുള്ളതും കറിക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നൂൽപുട്ടിന് കറി പിന്നെ ഗ്രീൻ പീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാം ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസ് കറിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാനിങ്ങനെയാണ് കേട്ടോ ഗ്രീൻ പീസ് കറി വയ്ക്കുക. ഗ്രീൻ പീസിന് ഞാൻ ആദ്യം ഒന്ന് പകുതി വേവാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് പൊട്ടറ്റോ, ക്യാരറ്റും പിന്നെ നമ്മുടെ സബോളയും ഇട്ട് കൊടുക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഒരു 2 വിസിൽ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ, ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കാൻ കേട്ടോ. അതൊക്കെ നമ്മുടെ കറിക്ക് അനുസരിച്ച് വേണം കേട്ടോ തേങ്ങയൊക്കെ അരച്ച് കൊടുക്കാൻ. തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്ത് തിളച്ചതിന് ശേഷം കറി ഒന്ന് താളിച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് തേങ്ങയും കൂടി അങ്ങോട്ട് ചിരകിയെടുക്കാൻ കേട്ടോ. ഇനി ഇതിനൊന്ന് അരച്ചെടുക്കും കൂടി വേണം. ആ തേങ്ങയൊക്കെ ഞാൻ ചിരകി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നൂൽപുട്ടിനെ തട്ടിൽ നിന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം കേട്ടോ അടുത്ത ട്രിപ്പും കൂടെ വെച്ച് കൊടുക്കാൻ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഇതാ സ്നാക്സ് ഉണ്ടാക്കാനുള്ള മാവ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. 1 കിലോ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മാവൊക്കെ ഇതാ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കണ വരെ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കിതാ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് താളിച്ചോട് കൊടുത്താൽ മതി. അങ്ങനെ കറിയൊക്കെ വെന്തതിന് ശേഷം ഞാനിതാ കറിയൊക്കെ ഒന്ന് താളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഫില്ലിങ്സിനുള്ള മസാലയും കൂടി ഉണ്ടാക്കി എടുക്കുകയാണ്. അതിതാ അടുപ്പിലേക്ക് ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സബോള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതിലേക്ക് വേവിച്ച് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇനി എല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോണവരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി വേവിച്ച് വെച്ച ചിക്കൻ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതവിടെ ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ഞാനത് ആ തണ്ണിമത്തനും കുക്കുമ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ കൊയ്യാക്കൊന്ന് ജ്യൂസ് അടിക്കും കൂടിയും വേണം.
ഫ്രൂട്ട്സ് ആയിട്ട് തണ്ണിമത്തനും കുക്കുംബറും കൊയ്യാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അത് അതിലേക്ക് കാരക്കയും കൂടി വെച്ചിട്ട് അതവിടെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. പിന്നെ നോമ്പ് തുറക്കണ നേരത്തെ പിന്നെ എല്ലാം കൂടെ ഉള്ള തിരക്കായിരിക്കും. ഓരോന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ആ കൊയ്യാക്കനെയൊക്കെ ഒന്ന് ജ്യൂസ് അടിക്കാനായിട്ട് ചെയ്യണത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കൊയ്യാക്ക ജ്യൂസ്. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മുകളിലേക്ക് അതിനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു കേട്ടോ. ഇനി നോമ്പ് തുറക്കണം നേരത്തെ അത് എടുത്താൽ മതിയല്ലോ. ജ്യൂസൊക്കെ പിന്നെ തണുപ്പുണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ സ്നാക്സും കൂടെ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. മാവൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു 6 ബോളാക്കി എടുത്തിട്ട് ഇതാ നന്നായി ഒന്ന് വട്ടത്തിൽ പരത്തി എടുക്കുകയാണ്. നന്നായി പരത്തിയതിന് ശേഷം ഒരു ചോറ്റുപാത്രത്തിൻ്റെ മൂടി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ബൂരിൻ്റെ വലിപ്പമാണ് കേട്ടോ ഉണ്ടാവുള്ളൂ. ഒന്നെടുത്തിട്ട് അതിൻ്റെ മേലെ മസാല വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ അതിൻ്റെ മേലെ ഒന്നുകൂടെ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മോളാണ് കേട്ടോ അത് ചെയ്യുന്നത്. പിന്നെ ഇതാ ഓരോന്നായി പരത്തിയിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഓർഡർ കൊടുക്കാനുള്ളതൊക്കെ ഞാനുണ്ടാക്കി, ബാക്കി മോളും ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാനിതാ തീ കത്തിച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടാകാൻ വയ്ക്കുമ്പോഴേക്കും മോൾ അതിനെ എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് അടുക്കി വെച്ചിട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ എന്താണ് എല്ലാം അതും കൂടി അങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ട് 8ൻ്റെ പണി കിട്ടിയിട്ടോ മക്കളെ ഇന്ന്. പിന്നെ മസാലയൊക്കെ ഇട്ട് ഫില്ല് ചെയ്തതുമല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ പേർത്തി എടുത്തിട്ട് കുറച്ച് സ്നാക്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് ഓർഡർ കൊടുക്കാനുള്ള 15 എണ്ണം അവർക്ക് വിളിച്ച് പറഞ്ഞു കേട്ടോ തരില്ലാന്ന്. അങ്ങനെ വാങ്ങി കൊടുക്കാനുള്ള സമയമൊക്കെയായി. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഞാനും ഇരിക്കുകയും മക്കളെല്ലാവരും കൂടെ ഇരിക്കാൻ കേട്ടോ. അമ്മക്കും പാപ്പാക്കുള്ളതൊക്കെ ഞങ്ങൾ നേരത്തെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജ്യൂസും തണ്ണിമത്തൻ സ്കോഷും കൊണ്ടും ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ ഫസ്റ്റ് കുടിക്കുക. അങ്ങനെ കാരയ്ക്ക് കഴിച്ചു. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു. പിന്നെ നമ്മുടെ കൊയ്യാക്ക ജ്യൂസ്, പിന്നെ നമ്മളിതാ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയും പിന്നെ നമ്മുടെ സ്നാക്സും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് കേട്ടോ എന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.